ഗുഡ് ഈവനിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചതിൽ ചികിത്സാ പിഴവ് ആരോപിച്ച കുടുംബം. കരിക്കകം സ്വദേശി ശിവപ്രിയയ്ക്ക് പ്രസവശേഷം ആശുപത്രിയിൽ വേണ്ടത്ര പരിചരണം ലഭിച്ചില്ലെന്നും അണുബാധയെ തുടർന്നാണ് മരണമെന്നുമാണ് ആരോപണം. എന്നാൽ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. സംഭവത്തിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടി. കരിക്കകം സ്വദേശിയായ 26-കാരി ശിവപ്രിയയെ ഒക്ടോബർ 22-നാണ് പ്രസവത്തിനായി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 25-ന് കുഞ്ഞുമായി വീട്ടിലേക്ക് മടങ്ങി. കടുത്ത പനിയെ തുടർന്ന് പിറ്റേ ദിവസം തിരികെ ആശുപത്രിയിൽ എത്തിച്ചു. നില വഷളായതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി വിഭാഗത്തിലേക്ക് മാറ്റി. കൾച്ചർ പരിശോധനയിൽ അസിനറ്റോബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. അണുബാധ കൂടിയതോടെ ആദ്യം ICUവിലേക്കും പിന്നീട് വെന്റിലേറ്ററിലേക്കും മാറ്റി. ഇന്ന് ഉച്ചയോടെ മരിച്ചു. SAT ആശുപത്രിയിൽ നിന്നാണ് അണുബാധ ഉണ്ടായതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അസിനറ്റോബാക്ടീരിയ ആണോ എന്ന് ചോദിച്ച സമയത്താണ് അവർ പിന്നെ ഓന്ന് സമ്മതിക്കുകയും ചെയ്ത്. എല്ലാ കാര്യത്തിനും കാലതാമസമാണ് ഏറ്റവും വലിയ പ്രശ്നം. ശിവപ്രിയയുടെ 9 ദിവസവും 2.5 വയസ്സും മാത്രം പ്രായമുള്ള 2 കുഞ്ഞുങ്ങളുമായി ബന്ധുക്കൾ SAT ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ആശുപത്രിക്ക് മുന്നിൽ BJPയും കോൺഗ്രസും പ്രതിഷേധവുമായി എത്തി. ആശുപത്രി സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ട കാര്യം അറിയിച്ചെങ്കിലും സുപ്രീം കോടതി മാർഗനിർദ്ദേശം അനുസരിച്ച് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നാണ് ആവശ്യം. സർക്കാരിന്റെ പ്രതികരണം എന്താണ് എന്നറിയുന്നതുവരെ ഞങ്ങൾ ഇവിടെ തുടരും എന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. യുവതിക്ക് കടുത്ത അണുബാധ ഉണ്ടായിരുന്നുവെന്നാണ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രി അധികൃതരുടെ വിശദീകരണം. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ ഹൃദ്രോഗിയായ വേണു മരിച്ച സംഭവത്തിൽ ആരോപണം തള്ളി അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. ചികിത്സാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ. എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഒരാളും തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ഭാര്യ സിന്ധു 24നോട് പറഞ്ഞു. പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ വേണുവിന് നൽകിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. രേഖകൾ സഹിതം ഡോക്ടേഴ്സ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക നിഗമനം. ഹൃദയാഘാതം സംഭവിച്ച് 24 മണിക്കൂർ കഴിഞ്ഞാണ് രോഗിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം ചികിത്സാ കാര്യങ്ങൾ യഥാസമയം ബന്ധുക്കളെ അറിയിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കും. വേണു ഓഡിയോ സന്ദേശം അയക്കാനിടയായ സാഹചര്യം എന്താണെന്നും അന്വേഷിക്കും. വേണുവിന്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റു രോഗികളിൽ നിന്നുകൂടി വിവരം തേടും. എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ആരും തങ്ങളെ വിളിച്ചിട്ടില്ലെന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു 24നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞില്ല, നായ്ക്കളെ നോക്കുന്ന കണ്ണു അത് തന്നെയാണ് ഇപ്പൊ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരാരും ഇതുവരെ എന്നെ ഒന്നും വിളിച്ചു ചോദിച്ചില്ല. എന്നെയും എന്റെ മക്കളെയോ വിളിച്ചു ചോദിക്കാം ആരും ചെയ്തിട്ടില്ല. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമോ എന്ന കാര്യം DMEയുമായി ആലോചിച്ച് തീരുമാനിക്കും. വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനമുയർത്തിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിനോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിശദീകരണം തേടിയേക്കും. 24 കൊല്ലം. വന്ദേ ഭാരത് എക്സ്പ്രസിലെ RSS ഗണഗീതാലാപന വിവാദം കൊഴുക്കുന്നു. ഉദ്ഘാടന യാത്രയിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിച്ചതിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഗണഗീതാലാപനത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും വിമർശിച്ചപ്പോൾ ന്യായീകരണവുമായി BJP നേതൃത്വം രംഗത്തെത്തി. ദക്ഷിണ റെയിൽവേയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സർവീസിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ എളമക്കര സരസ്വതി വിദ്യാനികേതൻ വിദ്യാർത്ഥികൾ ഗണഗീതം പാടുകയും ഇത് റെയിൽവേ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്തതിലുമാണ് അന്വേഷണം. അടിയന്തര റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചു. നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ സ്കൂളിന്റെ NOC പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്നും V. ശിവൻകുട്ടി മുന്നറിയിപ്പ് നൽകി. വിദ്യാലയം ആരംഭിക്കുന്നതിന് NOC കൊടുക്കേണ്ടത് അതാത് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളാണ്. കണ്ടീഷൻസ് ലംഘിച്ചാൽ NOC പിൻവലിക്കാൻ വരെയുള്ള അധികാരാവകാശങ്ങൾ കേരള വിദ്യാഭ്യാസ നിയമത്തിലും ദേശീയ വിദ്യാഭ്യാസ നിയമത്തിലും പറയുന്നുണ്ട്. റെയിൽവേ RSSന്റെ തറവാട്ട് വകയല്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു. റെയിൽവേ എന്ന് പറയുന്നത് RSSന്റെ തറവാട്ട് വകയല്ല എന്നാണ് ഞാൻ FBയിൽ എഴുതിയത്. അത് തന്നെയാണ് എനിക്ക് ആവർത്തിക്കാനുള്ളത്. റെയിൽവേയുടെ നടപടി നിഷ്കളങ്കമായി കാണാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. റെയിൽവേ ആദ്യം Xൽ നിന്ന് മാറ്റി വീണ്ടും Xൽ വെച്ചിരിക്കുക. അപ്പോൾ അത് സമ്മർദ്ദം കൊണ്ടാണ്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയവൽക്കരണം ഈ സർക്കാർ ചെലവിൽ നാട്ടുകാരുടെ ചെലവിൽ നടക്കില്ല. ഗണഗീതം ദേശഭക്തിയുടെ ഭാഗമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ആഘോഷത്തിന്റെ ഭാഗമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വ്യക്തമാക്കി. ഇതിനെന്താണ് കുഴപ്പം? ഇതിലും കൂടുതൽ RSSകാർ പാടുന്ന വന്ദേമാതരാണ്. അത് പാർലമെന്റിൽ പാടുന്നില്ലേ? ആ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആഘോഷമാണ്. അവർക്ക് അന്നേരം അതാണ് തോന്നിയത്, അത് അവർ ചെയ്തു. അത് തീവ്രവാദ ഗാനമൊന്നും അല്ലല്ലോ. ട്രെയിനിൽ പാടിയത് ദേശഭക്തി ഗാനമെന്ന് എളമക്കര സരസ്വതി വിദ്യാനികേതൻ പ്രിൻസിപ്പൽ
ഡിൻഡോ KP 24-നോട് പറഞ്ഞു. റെയിൽവേ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാർ പറഞ്ഞിട്ടോ ഒന്നുമല്ല. ഇത് ദേശഭക്തി ഗാനം എന്നുള്ള നിലയ്ക്ക് ചൊല്ലുന്നതാണത്. കുട്ടികളുടെ ഗണഗീതം വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ NS നുസൂർ രംഗത്തെത്തി. RSSന് എന്തിനാണ് ഈ ഗാനം തീരെഴുതുന്നത് എന്നാണ് നുസൂറിന്റെ ചോദ്യം. ഈ പോസ്റ്റ് BJP നേതാവ് K. സുരേന്ദ്രൻ ഷെയർ ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. PM ശ്രീ പദ്ധതി മരവിപ്പിക്കാനുള്ള കത്ത് കേന്ദ്രത്തിന് നൽകിയിട്ടില്ലെന്നും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ PM ശ്രീ ചർച്ചയാകില്ല, മറ്റു ഫണ്ടുകളിലെ കുറവ് സംബന്ധിച്ച് ചർച്ചയുണ്ടാകുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ PM ശ്രീ പഠിക്കുന്നതിന് വേണ്ടി ആ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് ഒരു അവസാന തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കും. കൊടുത്തിട്ടില്ല. അല്ല, അതിനൊരു നടപടിക്രമം ഉണ്ടല്ലോ. ചിലപ്പോൾ ക്യാബിനറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനൊരു കത്ത് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഗവൺമെന്റ് ഉത്തരവിറങ്ങണം. അത് നിയമപരമായി അഡ്വക്കേറ്റ് ജനറൽ പരിശോധിക്കണം. അങ്ങനെയൊക്കെയുള്ള നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള സർവകലാശാല ഗവേഷക വിദ്യാർത്ഥിയുടെ ജാതി അധിക്ഷേപ പരാതിയിൽ സംസ്കൃത വിഭാഗം മേധാവി CN വിജയകുമാരിക്കെതിരെ കേസ്. ഡീനിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. 2015 MPhilന് പ്രവേശിച്ചതു മുതൽ ജാതി അധിക്ഷേപം നേരിട്ടെന്ന് വിപിൻ വിജയൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ജാതി അധിക്ഷേപ പരാതിയിൽ ഇന്നലെ പരാതിക്കാരനായ വിദ്യാർത്ഥിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേരള സർവകലാശാല ഡീൻ വിജയകുമാരിക്കെതിരെ SC/ST അതിക്രമം തടയൽ നിയമപ്രകാരമാണ് കേസെടുത്തത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് ഉടൻ കടക്കില്ല. 2015 MPhil പ്രവേശനത്തിനായി കാര്യവട്ടം ക്യാമ്പസിൽ വിപിൻ വിജയൻ എത്തുന്നത്. അന്നു മുതൽ ജാതീയമായി അധിക്ഷേപിച്ചു. താൻ ഡീൻ വിജയകുമാരിയുടെ ക്യാബിനിൽ കയറിയതിന് ശുദ്ധികലശം നടത്തിയെന്നും വിപിൻ വിജയൻ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. വിപിന് സംസ്കൃതം അറിയില്ലെന്നും PhD നൽകരുതെന്നും കാണിച്ച് സർവകലാശാല വൈസ് ചാൻസലർക്ക് വിജയകുമാരി പരാതി നൽകിയിരുന്നു. ഇതിൽ സർവകലാശാല അന്വേഷണം തുടരുന്നുണ്ട്. 24 തിരുവനന്തപുരം. പാലക്കാട് അട്ടപ്പാടിയിൽ വീടിന്റെ ഭിത്തിയിടിഞ്ഞ് സഹോദരങ്ങൾ മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. മക്കളെ ആശുപത്രിയിലെത്തിക്കാൻ വാഹനം ലഭിച്ചില്ലെന്ന് കുടുംബം ആരോപിച്ചു. അപകടമുണ്ടായ ഉടൻ ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നെന്നും അമ്മ ദേവി പറഞ്ഞു. ആരോപണം പരിശോധിക്കുമെന്ന് മന്ത്രി MP രാജേഷ് വ്യക്തമാക്കി. സംഭവത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് കരുവാര ഉന്നതിയിലെ 4ഉം 7ഉം വയസ്സുള്ള ആദിക്കും അജനീഷിനും ജീവൻ നഷ്ടമായ അപകടം നടന്നത്. ഓടിക്കൂടിയ നാട്ടുകാരും ബന്ധുക്കളും സ്ഥലത്തെത്തിയെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വാഹനം ലഭിച്ചില്ല. ഉന്നതിയിൽ നിന്നും ഇരുചക്ര വാഹനത്തിലാണ് കുട്ടികളെ കൽക്കണ്ടിയിലെ സ്വകാര്യ ക്ലിനിക്കിലെത്തിച്ചത്. കൃത്യസമയത്ത് വാഹനം ലഭ്യമായിരുന്നുവെങ്കിൽ ആശുപത്രിയിലെത്തിച്ച് ഒരു കുട്ടിയുടെയെങ്കിലും ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് അമ്മ ദേവി. പെട്ടെന്ന് കൊണ്ടുവന്ന് വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ജീവനുണ്ടായിരിക്കും ഒരാളെങ്കിലും. പ്രൊമോട്ടറെയും പഞ്ചായത്ത് അംഗത്തെയും വിളിച്ചെങ്കിലും ലഭിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. ആംബുലൻസ് കൃത്യസമയത്ത് ലഭിച്ചില്ലെന്നാണ് SC/ST പ്രൊമോട്ടറുടെ വിശദീകരണം. അതിദാരിദ്ര്യമുക്ത കേരളം അവകാശപ്പെടുന്നവർ അട്ടപ്പാടിയിലേക്ക് പോകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. ഗവൺമെന്റ് പറയുന്നത് ഇപ്പോൾ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ്. നിങ്ങൾ അട്ടപ്പാടിയിലേക്ക് ഒന്ന് പോയി കാണാൻ പറ മന്ത്രിമാരോട്. കുടുംബത്തിന്റെ ആരോപണം പരിശോധിക്കുമെന്നാണ് മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. അങ്ങനെ ഒരു പരാതി ബോധപൂർവ്വം എവിടെയെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യം പരിശോധിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സഹോദരങ്ങളുടെ മൃതദേഹം ഉന്നതിയോട് ചേർന്നുള്ള ശ്മശാനത്തിൽ സംസ്കരിച്ചു. 24 പാലക്കാട്. വയനാട് കുറുമ്പാലക്കോട്ടയിൽ ദുരിതാവസ്ഥയിൽ കഴിയുന്ന ആദിവാസി കുടുംബത്തെക്കുറിച്ചുള്ള 24 വാർത്തയിൽ ഇടപെട്ട് മന്ത്രി OR കേളു. കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ കൂരയിൽ 22 അംഗ കുടുംബം കഴിയുന്നത് 24 വാർത്തയിൽ മനുഷ്യാവകാശ കമ്മീഷനും റിപ്പോർട്ട് തേടിയിരുന്നു. 24 ബിഗ് ഇംപാക്ട്. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന വീട്ടിൽ കഴിയുന്നത് 22 പേരടങ്ങിയ ആദിവാസി കുടുംബമാണ്. ഇത് കുറുമ്പാലക്കോട്ട അമ്പലംകുന്ന് ഉന്നതി. അമ്പലംകുന്ന് ഉന്നതിയിലെ ചന്ദ്രന്റെ കുടുംബത്തിന് പ്രതീക്ഷ പകരുന്ന നിലപാടാണ് മന്ത്രി OR കേളു പങ്കുവച്ചത്. പട്ടികവർഗ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉന്നതിയിലേക്ക് അയക്കും. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. ഈ കാര്യങ്ങൾ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന മുറയ്ക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി ഏതായാലും സ്വീകരിക്കും. വീടിരിക്കുന്ന സ്ഥലം ദുരന്ത സാധ്യതാ പ്രദേശമായതിനാലും ഒന്നിൽ കൂടുതൽ കുടുംബങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്നതിനാലും ചന്ദ്രന്റെ കുടുംബത്തിനും അനുകൂലമായ നിലപാട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 24 വാർത്തയെ തുടർന്ന്
മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരുന്നു. ഇതിനിടയിലാണ് ചന്ദ്രന്റെ കുടുംബത്തിന് പ്രതീക്ഷ പകരും വിധം മന്ത്രി OR കേളുവിന്റെ പ്രതികരണം കൂടി ലഭ്യമായിരിക്കുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. CPI നേതാവും മുൻ മന്ത്രിയുമായ കെ രാജു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമാകും. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്ന ബുധനാഴ്ചയ്ക്ക് മുൻപ് പുതിയ ഭരണസമിതിയെ നിയോഗിച്ച് ഉത്തരവിറക്കും. 24 ബ്രേക്കിംഗ്. CPI അവൈലബിൾ സെക്രട്ടേറിയറ്റിലാണ് മുൻ മന്ത്രി കെ രാജുവിനെ ദേവസ്വം ബോർഡ് പ്രതിനിധിയായി തെരഞ്ഞെടുത്തത്. വിളപ്പിൽ രാധാകൃഷ്ണനെയാണ് CPI പ്രതിനിധിയായി മുൻപ് തീരുമാനിച്ചിരുന്നത്. കെ ജയകുമാർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതോടെ സാമുദായിക സമവാക്യങ്ങൾ കണക്കിലെടുത്താണ് രാധാകൃഷ്ണനെ ഒഴിവാക്കി രാജുവിനെ നിയമിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായ വിവാദങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ശബരിമല ഉന്നതാധികാര സമിതി മുൻ അധ്യക്ഷൻ കൂടിയായ ജയകുമാറിന് കഴിയുമെന്നാണ് പ്രതീക്ഷ. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി ഈ മാസം 12-ന് അവസാനിക്കാനിരിക്കെ പുതിയ ബോർഡ് അംഗങ്ങളുടെ നിയമന ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. 24 തിരുവനന്തപുരം. ബീഹാറിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. നുഴഞ്ഞുകയറ്റക്കാർക്കുള്ള ഇടനാഴി സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരോപിച്ചു. അംബാനിക്കും അദാനിക്കും വേണ്ടിയാണ് നിതീഷ് കുമാറും നരേന്ദ്രമോദിയും പ്രവർത്തിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. ബീഹാർ മറ്റന്നാൾ രണ്ടാം ഘട്ട ജനവിധി എഴുതും. വികസന ഇടനാഴിയല്ല, നുഴഞ്ഞുകയറ്റ ഇടനാഴിയാണ് കോൺഗ്രസ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തെരഞ്ഞെടുപ്പ് റാലിയിൽ വിമർശിച്ചു. ജംഗൽ രാജ് ആയാ താ യാ നഹീ ആയാ താ, നക്സൽവാദ് ആയാ താ യാ നഹീ ആയാ താ, तो एनडीए आता है तो रोड, रास्ता, पुल, पुलिया, बिजली, कॉलेज, अस्पताल बनते हैं. വോട്ടുകൊള്ള തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളിലൊന്നാണെന്നും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയത് വോട്ടുകൊള്ള മറച്ചുപിടിക്കാനാണെന്നും രാഹുൽ ഗാന്ധി. കൂടുതൽ തെളിവുകൾ പിന്നാലെ പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു. 122 മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. നവംബർ 14-നാണ് വോട്ടെണ്ണൽ. 24 ബീഹാർ. കുടുംബവാഴ്ചയിൽ നെഹ്റു കുടുംബത്തിനെതിരായ വിമർശനത്തിന് പിന്നാലെ മുതിർന്ന BJP നേതാവ് LK അദ്വാനിയെ പുകഴ്ത്തി ഡോക്ടർ ശശി തരൂർ MP. പിറന്നാൾ ആശംസ നേർന്ന് പങ്കുവച്ച എക്സ് പോസ്റ്റിലാണ് പുകഴ്ത്തൽ. LK അദ്വാനിയുടെ പിറന്നാൾ ദിവസം അദ്വാനിക്കൊപ്പമുള്ള പഴയ ഫോട്ടോ പങ്കുവച്ചായിരുന്നു ഡോക്ടർ ശശി തരൂർ MP ജന്മദിനാശംസ നേർന്നത്. പൊതുസേവനത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത, എളിമ, മാന്യത, ആധുനിക ഇന്ത്യയുടെ പാത രൂപപ്പെടുത്തുന്നതിൽ അദ്വാനി വഹിച്ച പങ്ക് എന്നിവ ഒരിക്കലും മായ്ക്കാൻ പറ്റാത്തതാണെന്നും തരൂർ എക്സിൽ കുറിച്ചു. അദ്വാനിയെ യഥാർത്ഥ രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിച്ച തരൂർ അദ്ദേഹത്തിന്റെ സേവന ജീവിതം മാതൃകാപരമാണ് എന്നും അഭിപ്രായപ്പെട്ടു. തരൂരിന്റെ പോസ്റ്റിനെ വിമർശിച്ച് സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സഞ്ജയ് ഹെഗ്ഡെ രംഗത്ത് വന്നിരുന്നു. രാമക്ഷേത്ര നിർമ്മാണത്തിനായി ആഹ്വാനം ചെയ്ത രഥയാത്രയിൽ അദ്വാനിയുടെ പങ്ക് പൊതുസേവനമായി കണക്കാക്കാനാവില്ലെന്നായിരുന്നു ഹെഗ്ഡെയുടെ വിമർശനം. ഈ രാജ്യത്ത് വെറുപ്പിന്റെ വ്യാളി വിത്തുകൾ പാകുന്നത് പൊതുസേവനമല്ലെന്നും മറുപടി നൽകി. എന്നാൽ അതിനുശേഷവും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് തരൂർ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം നെഹ്റു കുടുംബത്തിനെതിരെ തരൂർ എഴുതിയ ലേഖനം വലിയ അമർഷമാണ് പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയത്. 24 ഡൽഹി. കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ വിമർശനവുമായി ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. കെ സുധാകരൻ പ്രതിനിധീകരിക്കുന്ന സമുദായം മുച്ചൂടും തഴയപ്പെടുകയാണെന്ന് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന വലിയ ഒരു ജനവിഭാഗം ഖിന്നതയിലാണ്, ദുഃഖത്തിലാണ്. കാരണം അദ്ദേഹം നേതൃത്വ പദവിയിൽ നിന്നും അർഹിക്കപ്പെട്ട സ്ഥാനത്ത് നിന്നും പിന്തള്ളപ്പെട്ടിരിക്കുന്നു. എനിക്കിത് പരസ്യമായി പറയുന്നതിൽ ഒരു മടിയുമില്ല. കെ സുധാകരൻ മാത്രമല്ല, അദ്ദേഹം ജനിച്ചു വളർന്ന സമൂഹത്തിൽ, സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇന്ന് മുച്ചൂടും തഴയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം മറച്ചുവെക്കുവാൻ സാധിക്കുകയില്ല. കെ സുധാകരൻ പങ്കെടുത്ത പരിപാടിയിലാണ് ശിവഗിരി മഠാധിപതിയുടെ വിമർശനം. സ്വാമി സച്ചിദാനന്ദയുടെ പരാമർശം വ്യക്തിപരമായ അഭിപ്രായമെന്ന് കെ സുധാകരൻ പ്രതികരിച്ചു. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. തിരുവനന്തപുരം
കൊല്ലം കോർപ്പറേഷനിൽ പ്രമുഖരെ കളത്തിലിറക്കി BJP. മുൻ DGP R. ശ്രീലേഖയും പത്മിനി തോമസും ഉൾപ്പെട്ട ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് BDJS തീരുമാനം. കൊല്ലം കോർപ്പറേഷനിൽ CPIM-ഉം CPI-യും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 67 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഒന്നാം ഘട്ടത്തിൽ BJP പ്രഖ്യാപിച്ചത്. മുൻ DGP R. ശ്രീലേഖ ശാസ്തമംഗലത്ത് ജനവിധി തേടും. കവടിയാറിൽ ശബരിനാഥിനെതിരെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന VV രാജേഷ് കൊടുങ്ങാനൂരിൽ മത്സരിക്കും. കരമന അജിത്തും തമ്പാനൂർ സതീഷും BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു. ശാസ്തമംഗലം R. ശ്രീലേഖ, കൊടുങ്ങന്നൂർ VV രാജേഷ്, പാളയം പത്മിനി തോമസ്. മലപ്പുറത്ത് പൊന്മുണ്ടം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ കോൺഗ്രസ് ലീഗ് തർക്കം രൂക്ഷമാണ്. നേതൃത്വം മുൻകൈയെടുത്തുള്ള അനുനയ നീക്കങ്ങൾ തകൃതി. വെൽഫെയർ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് സഹകരണം ഇന്ന് ചേർന്ന യോഗത്തിൽ ചർച്ചയായി. തർക്കം പരിഹരിക്കപ്പെടുമെന്ന് യോഗത്തിന് ശേഷം PK കുഞ്ഞാലിക്കുട്ടി. ഈ തവണ 100% പ്രശ്നങ്ങൾ തീർത്തു പോകാൻ കഴിയും എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അവകാശങ്ങൾ മറന്ന് വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വ്യക്തമാക്കി. നിലവിലുള്ള സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമെന്നും PJ ജോസഫ്. സ്റ്റാറ്റസ് കോയാണ് അർഹതപ്പെട്ട മറ്റു സ്ഥലങ്ങളിലും അവകാശം ഉന്നയിച്ചിട്ടുണ്ട്. വിട്ടുവീഴ്ച വേണമല്ലോ, എന്നാൽ ഉള്ള അവകാശം നിലനിർത്തുകയും ചെയ്യണം. അതേസമയം കൊല്ലം കോർപ്പറേഷനിൽ CPIM-ഉം CPI-യും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി. മുൻ മേയർമാരായ പ്രസന്ന ഏണസ്റ്റും ഹണി ബെഞ്ചമിനും മത്സരിക്കില്ല. ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ കളത്തിലിറക്കി BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും തയ്യാറായി. ന്യൂസ് ഡെസ്ക് 24. എറണാകുളം കോതമംഗലം നെല്ലിക്കുഴിയിൽ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്ദിരാഗാന്ധി കോളേജിലെ 1-ാം വർഷ BBA വിദ്യാർത്ഥി നന്ദന ഹരിയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പിതാവ് ആരോപിച്ചു. രാവിലെ 8:30 കൂടിയാണ് നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഹോസ്റ്റൽ മുറിയിൽ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഇടുക്കി മാങ്കുളം സ്വദേശിയുമായ നന്ദന ഹരിയാണ് മരിച്ചത്. സഹപാഠിയാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ നന്ദനയെ ആദ്യം കാണുന്നത്. മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന പിതാവ് ഹരി. അനുസരിച്ച് ആ തൂങ്ങി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ നിലത്ത് മുട്ടിയാണ് തൂങ്ങി നിൽക്കുന്നത്. അന്വേഷിക്കും, ഉറപ്പായിട്ടും. അനുസരിച്ച് വേറെ മക്കളുണ്ടല്ലോ, നമ്മളെപ്പോലെ ഒത്തിരി കഷ്ടപ്പാടുള്ളൂ വേറെ മക്കളുണ്ടല്ലോ. മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കോളേജ് പ്രിൻസിപ്പൽ വിജി രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഈ കുട്ടി കോളേജിലും നമ്മൾ ആരുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇതുവരെ നമുക്കറിയില്ല. നമ്മളെന്തായാലും നമുക്ക് കാര്യം അറിയണം, എന്താണ് കുട്ടിക്ക് പറ്റിയതെന്നുള്ളത് നമുക്കറിയണമല്ലോ. മരിക്കുന്നതിന് മുൻപ് നന്ദന ഇൻസ്റ്റാഗ്രാം ഐഡിയിലെ മുഴുവൻ പോസ്റ്റുകളും ഡിലീറ്റ് ചെയ്തതായി കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിശദമായ അന്വേഷണം ആരംഭിക്കുമെന്ന് കോതമംഗലം പോലീസ് അറിയിച്ചു. നന്ദനയുടെ അടുത്ത സുഹൃത്തുക്കളുടെ മൊഴിയെടുക്കുന്നതിനോടൊപ്പം മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 24 തൊടുപുഴ. കോട്ടയം തിരുവഞ്ചൂരിനടുത്ത മന്ത്രവാദത്തിനിടെ യുവതിയെ ക്രൂരപീഡനത്തിന് വിധേയമാക്കിയ സംഭവത്തിൽ മുഖ്യപ്രതി യുവതിയുടെ ആൺ സുഹൃത്ത് അഖിലിന്റെ മാതാവ് സൗമിനിയെന്ന് പോലീസ്. സൗമിനിയെ അറസ്റ്റ് ചെയ്യും. സംഭവത്തിൽ തെളിവ് ശേഖരിച്ചത് യുവതി തന്നെയെന്നും പോലീസ് വ്യക്തമാക്കുന്നു. പ്രതിയായ അഖിലിന്റെ അമ്മയാണ് സൗമിനി. ഇവരാണ് ആഭിചാരക്രിയ നടത്താൻ പ്രേരിപ്പിച്ചത്. യുവതിയുടെ ശരീരത്തിൽ ബാധയുണ്ടെന്ന് പൂജാരി പറഞ്ഞതിനെ തുടർന്നാണ് ആഭിചാരം നടത്താൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശിവദാസൻ തിരുവഞ്ചൂരിലെ വീട്ടിലെത്തി പൂജ നടത്തിയത്. അതുകൊണ്ട് തന്നെ പ്രധാന പ്രതി അമ്മ സൗമിനിയാണെന്നും പോലീസ് പറയുന്നു. ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പുറത്തുവന്ന ദൃശ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ടെന്നാണ് കണ്ടെത്തൽ. അതേസമയം യുവതി നടത്തിയ നീക്കമാണ് വിവരം പുറം ലോകത്തെ അറിയിച്ചത്. ആഭിചാരക്രിയ നടത്തിയതിന്റെ വീഡിയോ അടക്കം യുവതിയാണ് ശേഖരിച്ചത്. ഈ തെളിവുകൾ അച്ഛൻ മുഖേന പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പൂജ ചെയ്യുന്നതിന് വേണ്ടി പൂജാരിക്ക് 6000 രൂപ നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.